ദൈവത്തിൻ്റെ മഹത്വം. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി സദൃശവാക്യം 18:21. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അല്ല, നമുക്ക് നമ്മുടെ നാവിനെക്കുറിച്ച് ചിന്തിക്കാം. നാവ് എന്നത് മനുഷ്യ ശരീരത്തിലെ ഒരു ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നാവിൽ നിന്ന് ജീവനും മരണവും അഥവാ അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നത് യാക്കോബ് 3:10 പറയുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. അതുപോലെ യാക്കോബ് 3:5 പറയുന്നു, നാവും ഒരു തീ തന്നെ, അതിനു കാരണം ചെറിയ തീ വൻകാടുകളെ കത്തിക്കുന്നു. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്രകാരമായിരിക്കണം? മറ്റുള്ള മനസ്സിന് മുറിവേൽക്കാത്ത വാക്കുകളായിരിക്കണം. മാനസികമായി തകർന്നവർക്ക് ഒരു ആശ്വാസമായിരിക്കണം നിൻ്റെ വാക്കുകൾ. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതും മറ്റുള്ളവർക്ക് തണുപ്പേകുന്നതുമാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാവ് കൊണ്ട് ഹല്ലേലൂയ ഈ അനുഗ്രഹമൊക്കെ പറഞ്ഞിട്ടും ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ഹല്ലേലൂയ ദൈവകൃപപ്രകാരം അല്ല ജീവിക്കുന്നെങ്കിൽ നമ്മൾ ചുമ്മാ ഹല്ലേലൂയ എന്നെ അനുഗ്രഹിക്കും, എന്നെ വിടിവിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവകൃപപ്രകാരം ഹല്ലേലൂയ ബൈബിള് പറഞ്ഞ പ്രകാരം ഹല്ലേലൂയ നിഷ്കളങ്കതയോടെ കളങ്കമറ്റ മനസ്സാക്ഷിയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ചെന്ന് സമയം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മളെ വാസ്തവമായി അനുഗ്രഹിക്കുകയും ഉയർത്തുക തന്നെ ചെയ്യും.